ഹായ് ഹലോ വെൽക്കം ബാക്ക്. രാവിലെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. ഇത്രയും രാവിലെ എന്താണ് റെഡി ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ഷൂട്ടുണ്ട്, ഒരു പ്രൈവറ്റ് ഷൂട്ട്. അപ്പോൾ കുറച്ച് ദൂരെയാണ്, നമ്മൾ കൊച്ചിയിൽ വെച്ചിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കണോ വേണ്ട എന്നൊക്കെ കുറേ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ ചാനലിൽ ഇതുവരെ ഒരു ഷൂട്ടിന് പോകുന്ന വ്ളോഗ്, വർക്കിന് പോകുന്നതായിട്ട് കുറേ ഉണ്ട്. അത് ഫംഗ്ഷൻ ഡേ കവറേജ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രീ വെഡ് ഷൂട്ട് പോലുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതെല്ലാം ഞാൻ കൂടുതലും ഷോർട്സ് ആയിട്ടാണ്, ചെറിയ വീഡിയോസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇന്നെന്താ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്ലയൻറ്റ് നമ്മുടെ കൂടെയാണ് പോകുന്നത്. ക്ലയൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, അവർ നമ്മുടെ കോമൺ ഫ്രണ്ട്സും കൂടെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും നമ്മുടെ കൂടെയാണെന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞൊരു ഫൺ വൈബ് യാത്ര അയക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ തന്നെ ഇൻട്രോ റൂമിലിരുന്ന് റെഡി ആയിട്ട് എടുക്കുകയാണ്. കുറച്ച് വർക്കൊക്കെ വരുന്നുണ്ട്, കാരണം എപ്പോഴും നമ്മൾ ആ ഒരു ടൈമിങ്ങിൽ എഴുന്നേക്കാറില്ല. പക്ഷെ വർക്കൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ ചിലപ്പോൾ എഴുന്നേക്കാറുണ്ട്, അജിൻ്റെ കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ. അപ്പം അതാണ് കാര്യം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ ഒരു ഷൂട്ട് ഡേയിലോട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ അവർ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഈ വീഡിയോയുടെ വോയിസ് റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പെരുമഴയത്തിരുന്നു. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മഴവെള്ളം വീഴുന്ന ശബ്ദമൊക്കെ കേൾക്കാം, സ്വാഭാവികം. ആദ്യം നമ്മൾ പോയി എണ്ണയൊക്കെ അടിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പുതിയ കരുനാഗപ്പള്ളി റൂട്ടായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ക്രോസുകൾ കടക്കേണ്ടത് ആവശ്യകതയുള്ളത് കൊണ്ട് അതൊക്കെ കടന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് വെട്ടമൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് പിന്നെ ഞാൻ കുറച്ച് മെല്ലെ വെട്ടം വന്ന ശേഷമാണ് വീഡിയോസൊക്കെ എടുത്തു തുടങ്ങിയത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ബൈപ്പാസിൽ കൂടെ കേട്ടോ. വെട്ടമൊക്കെ ഏകദേശം വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു യാത്രയുടെ ഹെവിനെസ് ഒന്നും വന്നതേ ഇല്ല. സണ്ണൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്, വെട്ടമൊക്കെ ക്ലിയർ ആവുന്നത്. അപ്പോൾ ഫുൾ നമ്മുടെ ഹൈവേയുടെ പണിയൊക്കെ ആയിട്ട് റോഡിലൊക്കെ കുറച്ച് മെസ്സും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും യാത്ര ഞാൻ നേരത്തെ നമുക്ക് സംസാരിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് ആ ഒരു ഹെവിനെസ് അറിയുന്നതേ ഇല്ലായിരുന്നു. ഇങ്ങനെ പറയൂ ഗൈസ്, എന്താണ് നിങ്ങളുടെ ഒരു? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? ഞാൻ വിചാരിച്ചതൊന്ന് ഇവിടെ വന്നപ്പോൾ നടക്കുന്ന വേറൊന്ന്. വിചാരിച്ച ഷർട്ട് പോലും ഈ ഷൂട്ടിനുള്ള ഡ്രസ്സ് പോലും എടുക്കാതെ അത്രയും എടുക്കാൻ പോലും മറന്നുപോയി. പാൻറ് എടുക്കാൻ മറന്നുപോയി. ഇവിടെ ഇപ്പം നമ്മൾ എത്തിയത് ഫോർട്ട് കൊച്ചി നമ്മുടെ മട്ടാഞ്ചേരി ആ ഒരു ലൊക്കേഷനിലാണ്. നമ്മൾ നടക്കുന്ന വഴി തന്നെ ഒരു 10 പേരെ കാണുന്നുണ്ടല്ലയോ, നല്ല തിരക്കുണ്ട്. എങ്ങനെയുണ്ട് സുധി ലൊക്കേഷൻ? കൊള്ളാം. എല്ലാം അവന്റെ ഐഡിയ ആയിരുന്നു. അല്ല ഐഡിയ, ഡ്രസ്സിങ് എല്ലാം ഈ മനുഷ്യന്റെ സ്വന്തം ഇഷ്ടമാണ്, നമ്മൾ ആരും പറഞ്ഞതല്ല. അതുകൊണ്ട് ഞങ്ങൾ അയാൾക്ക് വിട്ടുകൊടുത്തേക്കുവാണ്. ഇപ്പൊ ഗൗരി അതാ പറഞ്ഞോണ്ട് വന്നത്. അല്ല, നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല ഒന്നുകൂടെ പറഞ്ഞോളൂ. ഞാൻ സുധി, ഞാൻ ഗൗരി. അപ്പം അതാണ് ഇതുകൊണ്ട് അജിന്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ്ട് ഈ ഒരു സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇതാണ്ട് ഫ്രണ്ടിലുണ്ട്. എനിക്ക് ഈ ലൈറ്റ് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു സൺ വരുന്ന ടൈം. ഇപ്പോൾ അറൗണ്ട് ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. നല്ലൊരു മോർണിംഗ് വൈബ് കിട്ടി. സൺ കിസ്ഡ്. അപ്പം നിങ്ങൾ കണ്ടതുപോലെ നമ്മുടെ ഷൂട്ട് ഇൻ പ്രോഗ്രസ് ആണ്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിങ്ങിലാണ് മിക്കവാറും എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് വെഡ് അല്ലെ പ്രീ വെഡ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല തിരക്ക് ആ ഒരു സ്ട്രീറ്റിൽ മൊത്തം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജ്യൂസ് സ്ട്രീറ്റിൽ ഫുൾ കപ്പിൾസ് ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ നമ്മുടെ ഷൂട്ടും നടത്തിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ ഒരു സ്പോട്ടിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഫോട്ടോസൊക്കെ ഒരുപാട് ഇഷ്ടമായി. മേ ബി ആ ഒരു ഓൾഡ് ഒരു ഭംഗിയായിരിക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു ഫോട്ടോസ് എല്ലാം തന്നെ. ഞാനിപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ചിന്തിച്ചൊരു കാര്യമായിരുന്നു. അന്ന് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ചായി, ഇടാൻ വേണ്ടി ഇച്ചിരി ഡിലേ ആയി കേട്ടോ. ആ ഒരു ടൈമിൽ ആ ചൂടിനെ പറ്റിയാണ്, എന്ത് ചൂടായിരുന്നു. ഇപ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലയോ. നേച്ചറിൻ്റെ കളികൾ തന്നെ. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ ഇങ്ങനെ ഓരോ സ്പോട്ടുകൾ മാറ്റി മാറ്റി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല തിരക്കായി വരുമായിരുന്നു. നമ്മളിങ്ങനെ എടുത്തെടുത്ത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഗൗരി ചായ കുടിക്കുകയാണ്. ഷൂട്ടറെ തളർന്നു പോയി ഞങ്ങളിവിടെ ചായ കുടിക്കുകയാണ് ഗൈസ്.
നമ്മളെ തളത്തിട്ട് അവര് ചായ കുടിക്കുന്നു ഗൈസ്. ജസ്റ്റ് ഐബോൾസ് ഉണ്ടാവാനെ നോക്കി ചുമ്മാ നോക്കിയാ ചെരിഞ്ഞ് 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 ആ കയ്യിലോട്ട് നോക്കി. ക്ലാസ് ആക്കി ക്ലാസ് ആക്കി ക്ലാസ് ആക്കി ക്ലാസ് ആക്കി ക്ലാസ് ആക്കി ക്ലാസ് ആക്കി. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് ഏകദേശം ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവുമായിരുന്നു. എനിക്കെന്നല്ല എല്ലാവർക്കും തന്നെ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വെള്ളം കിട്ടാൻ ഒരു സെറ്റപ്പ് ഉണ്ടോ എന്ന് തപ്പി ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രീറ്റിനുള്ളിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയയിൽ തന്നെ എവിടെയെങ്കിലും ചെറിയൊരു കഫേയിലോ ഉണ്ടോ എന്ന് തപ്പുമായിരുന്നു. എല്ലാം ഓപ്പണായിട്ട് വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ തേടിയാണ് ലാസ്റ്റ് നമ്മൾ ആ ഒരു കഫേ കണ്ടുപിടിച്ചു. ഷൂട്ട് ചെയ്ത് ക്ഷീണിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ അതിനുള്ളിൽ തന്നെ ഉള്ളൊരു കഫേയിൽ കയറി. ഹായ് ഗൈസ്, ചിയേഴ്സ്. പഴയ ശക്തി തിരിച്ചു വരാനുള്ളതാ. സുധി ടയേർഡായി. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. മലബാർ ആർട്ട് കഫേ എന്ന് പറഞ്ഞ ഈ ഒരു കഫേയിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓൾഡ് വിൻറ്റേജ് വൈബുള്ളൊരു ബിൽഡിങ് കണ്ടു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തി 1-2 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നിന്നിരുന്ന സ്പോട്ട് അപ്പോഴത്തേക്ക് വേറെ ആൾക്കാർ കൈ ഇടക്കി. കാരണം അത്രയ്ക്കും റഷായിരുന്നു ആ ഒരു ദിവസം വന്നിട്ട്. കാരണം വെയിലായി തുടങ്ങിയത് കൊണ്ട് തന്നെ എല്ലാവരും ഷൂട്ടെടുത്ത് പാക്കപ്പ് ആവാനുള്ള ആ ഒരു ധൃതിയിലായിരുന്നു. ഒരു കുഴപ്പമില്ല. ഇവിടെ വേണ്ടേ അവസാനം വരത്തുള്ളൂ. ഞാൻ ഉയർത്തേക്കുന്നുണ്ടോ? അത്രയും നിങ്ങൾ ഉയർത്തിട്ടില്ല. ചൂടെങ്ങനെയുണ്ട്? നീ പക്ഷെ ഉയർക്കുന്നില്ല. എന്നെ കണ്ടോ? വലിയ ഉയർപ്പില്ല. ഞാൻ നന്നായിട്ട് ഉയർക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 9 മണി എന്തോ ആയിട്ടുള്ളു. 9 അല്ല 10 ആയോ? 10:30 എന്ന് വെച്ചാൽ ആ ടൈം ആയിട്ടേ ഉള്ളു. എന്നിട്ടും ഒരു ഉച്ചയ്ക്ക് 1 മണിയൊക്കെ 2 മണിക്കുള്ളൊരു ഫീൽ ഉണ്ട്. അത്രയ്ക്കും ചൂട്. ഫുൾ ചൂടത്ത് ഞങ്ങൾ കണ്ട വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഷൂട്ട് ഇൻ പ്രോഗ്രസ്. ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ഇവിടെ എല്ലാം നിറയെ ആളായി. അപ്പം അവരുടെ ഷോപ്സ് എല്ലാം ഓപ്പൺ ആയ ടൈം ആയല്ലോ. നമ്മൾ രാവിലെ വന്നപ്പോൾ എല്ലാം ക്ലോസ് ആയിരുന്നു. ഇപ്പം എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഫുൾ തിരക്കും ചൂടും ആകെപ്പാടെ. അപ്പോൾ ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ ഷൂട്ടൊക്കെ തീരും. അപ്പോൾ ഞങ്ങൾ 1-2 സ്ഥലത്തൂടെ ലൊക്കേഷൻസ് മാറ്റി നോക്കാൻ പോവുകയാണ്. സോ അതാണ്. ഒന്നും കൂടെ ചെയ്യണേ. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷമായിട്ട് അതന്നെ ഗൗരി ഇങ്ങോട്ട് നോക്കിക്കേ. എന്റെ ഈ കയ്യിലേക്ക് നോക്കിക്കേ. അതന്നെ ചിരിച്ചോണ്ട് താഴെ നോക്കിക്കേ. പൊട്ടി ചിരിച്ചേ. കാണിച്ചേ ഇവിടുത്തെ ഫുൾ മാപ്പ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുവാണ്. എല്ലാത്തിനും ഒരേ സൗണ്ട് ഇല്ലയോ? ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി ഒരു കാര്യം ഡിസൈഡ് ചെയ്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ പോകുന്നത് കേരളത്തിലില്ല, കേരളം മരുഭൂമിയാണ് മക്കളെ. അതുകൊണ്ട് ഞങ്ങൾ ഇനി നല്ല തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ പോസ്റ്റ്മോർട്ടം ഷൂട്ട് ചെയ്യത്തുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഷൂട്ടെല്ലാം വൈൻഡപ്പ് ചെയ്ത് പാക്കപ്പ് ആയിരിക്കുന്നു. ബൈ പറയും ഗൈസ്.
നമ്മൾ വേണ്ട വണ്ടി പാർക്ക് ചെയ്തെടുത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് എന്തൊക്കെയാണെന്നുള്ളത് പോകെ ഞാൻ കാണിക്കാം. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. എൻ്റെ അച്ഛൻ വേണ്ട വണ്ടിയിൽ ക്യാമറയും മറ്റും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഞങ്ങൾ വേണ്ട പോകുന്ന വഴി ഗൗരിക്ക് സാരി ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് സാരി ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഞങ്ങൾ വേണ്ട ഒരു ഇവിടെയുള്ള മട്ടാഞ്ചേരി എന്നുള്ള ഏതൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി അവൾക്ക് പറ്റുന്ന ഡ്രസ്സ് നോക്കാം. എന്നിട്ട് ഡ്രസ്സ് വാങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു പോവാം. ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. കമോൺ വേഗം വരൂ. നമുക്ക് ഓടിപ്പോയിട്ട് ഡ്രസ്സ് നോക്കാം. ഡ്രസ്സ് എടുത്തിട്ട് വേഗം ഇറങ്ങാം. അങ്ങനെ ടോപ്സൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഗൗരി എടുത്ത് പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് 1-2 എണ്ണമായിട്ട് നീ ഉള്ളിൽ കയറിക്കോ, ബാക്കി ഞാനും സുധിയും കൂടെ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് തരാം, അങ്ങനെ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അങ്ങനെ ഗൗരീനെ ഡ്രസ്സിങ് റൂമിൽ കുറച്ച് ഡ്രസ്സ് കൊടുത്ത് കയറ്റി, ബാക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ അവൾ ഉള്ളിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറി. അപ്പം ഞാനും സുധിയും കൂടെ വെളിയിലുണ്ട്. അപ്പം ഞാൻ സെൽഫി എടുക്കുവാന്ന് വ്യാജേനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനതറിഞ്ഞോ എന്തോ. അപ്പോൾ അതാണ്. അപ്പം ഗൗരി അതൊക്കെ ഇട്ട് നോക്കിയിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഇട്ടിട്ട് കാണിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ വേറെ 1-2 ഓപ്ഷൻസ് കൂടെ കാണിച്ച് അങ്ങനെ ഓരോന്നിട്ട് കാണിക്കുകയാണ്. ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എവിടെയോ എന്തോ ഒരു ചെറിയൊരു സെറ്റാവാത്ത പോലെ ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. വീണ്ടും ഞങ്ങൾ വേറൊരു ഓപ്ഷൻ നോക്കി. ഇതെനിക്ക് സുധിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഗൗരി വേണോ വേണ്ടായോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവളുടെ അടുത്തൊന്ന് വെളിയിൽ ഇറങ്ങി നീ ഫുൾ മിററിലൊന്ന് കണ്ടു നോക്ക് ചേരുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടിപൊളിയാണെന്നുണ്ട്. പിന്നെ ഒന്ന് രണ്ടുള്ള കുറേ ഷർട്ട്സ് ഞങ്ങളിങ്ങനെ ഇട്ട് നോക്കി. അപ്പം അതെല്ലാം ഇട്ട് ഞങ്ങൾ ഫൈനലൈസ് ചെയ്യും. ഹാപ്പിയല്ലേ? ചിരിക്കടി. ശരി ചേച്ചി, ബൈ. ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. കാരണം അജിൻ സാരി മാറ്റിയപ്പോ തന്നെ പകുതി ആശ്വാസമായില്ലേ? അപ്പൊ ഞങ്ങൾ ഡ്രസ്സെല്ലാം ഡ്രസ്സെല്ലാം എടുത്തു. ഞങ്ങൾ ഡ്രസ്സെല്ലാം എടുത്ത് ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി ഫുഡ് കഴിക്കണം. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. സോ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. വിശക്കുന്നില്ലേ എനിക്ക്? പിന്നെ നല്ല വിശപ്പ്. അതാ പസുക്കത് താങ്ങത് മുടിയില്ലേ. നേരെ പോട്ടെ. ഇനി ഫുഡ് കഴിക്കട്ടെ പോയി. ഞങ്ങക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കൊരു ബേക്കറിയിൽ നല്ല പപ്സ് ഉണ്ടെന്ന് കണ്ടു. ശേഷം ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയ ലൈമും പപ്സും ഒന്ന് കഴിക്കട്ടെ. ഞാൻ ഇറങ്ങട്ടെ, വണ്ടി ചെയ്തിട്ട് പാർക്ക് ചെയ്യട്ടെ. തൽക്കാലം നമുക്ക് ആ ഒരു വിശപ്പ് ശമിക്കുമല്ലോ. ലുക്കേ മാറിപ്പോ. നോക്കി എല്ലാം ഭംഗിയായ നോക്ക്. കണ്ടോ? ഞാൻ സെലക്ട് ചെയ്ത ടോപ്പാണ്. വെളിച്ചെനിക്കാണ്. ഞങ്ങൾ പപ്സ് കഴിക്കട്ടെ. ഞങ്ങൾ അങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല മൊരിഞ്ഞ ചൂട് പപ്സ് കിട്ടിയിട്ടുണ്ട്. അതാണ് എല്ലാവരും കഴിക്കുകയാണ് ഇവിടെ ഇരുന്ന്. എങ്ങനെയുണ്ട് സുധി? നൈസാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും കഴിക്കട്ടെ. അങ്ങനെ കഴിച്ചു നോക്കട്ടെ. ആ ലൈമും പപ്സും കഴിച്ചപ്പോഴത്തേക്ക് ഒരു ജീവൻ കെട്ടിയ ഫീലായിരുന്നു. അത്രയും നേരം ആ വെയിലൊക്കെ കൊണ്ടിട്ട് വിശന്നൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു ആശ്വാസമായിരുന്നു. നല്ല ആശ്വാസമായിരുന്നു. ആ ആശ്വാസത്തിൻ്റെ പുറത്തിൽ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയപ്പോഴാണ് ഫോൺ എടുത്തത് തന്നെ. നമ്മളങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഹോട്ടൽ നൊസ്റ്റാൾജിയ വീട്ടിലോട്. ഓക്കെ അതാ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് എങ്ങനെയാണെന്ന് പറയാം. ഇറങ്ങട്ടെ ഞങ്ങൾ. ഇതാണ് നമ്മൾ പോകുന്നത്. കല്യാണത്തിന് കൊണ്ടെടുക്കാൻ വേണ്ടി ഫുഡിന്റെ സമയത്ത് ആള് വരുന്നോളൊക്കെ ഉണ്ട്. ശരി ശരി ശരി. നീ പറഞ്ഞില്ലോടാ ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ചോറും കറിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ്
ഫുഡ് കൊള്ളായിരുന്നു ഗൈസ്. ഞങ്ങളത് കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു ഉറക്കത്തിന്റെ മന്ദതയാണ്. എല്ലാവരും ബാക്കിൽ ഇങ്ങനെ ഉറങ്ങി ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ മെല്ലെ പോവുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് മൊത്തത്തിൽ. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്നു. ഇനി പോകുന്ന വഴിക്ക് ഒരു സിനിമയെ കാണാൻ പ്ലാൻ ഉണ്ടല്ലേ ഗൈസ്? ആവേശം. അപ്പം നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് സിനിമയെ കണ്ട് ചില്ല് ചെയ്തിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ തന്നെ പൊക്കോണ്ടിരിക്കുന്നു. ഇനി ഞാൻ അവിടേക്ക് എത്തിയിട്ട് കാണിക്കാം. അല്ല, പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുവാണെങ്കിൽ കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫുഡ് കഴിച്ച ഒരു മന്ദത എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഫുൾ കാണാനുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ റോഡ് പണിയായിരുന്നു, ഹൈവേയിലെ പണികൾ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതായിരുന്നു മെയിൻ പരിപാടി. ജസ്റ്റ് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിൽ പോയി. ഞങ്ങൾ അതിനകത്താണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഹരിപ്പാടുള്ള തിയേറ്ററാണ്. ഇത് തിയേറ്ററാ അപ്പൊ ഞങ്ങൾ എന്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. പടം തുടങ്ങാൻ ഇനി വെറും 2 മിനിറ്റ് ബാക്കി. വേഗം പോട്ടെ. നമ്മൾ ലിറ്ററലി ഇവിടുന്ന് ഓടുവാണ്. കാരണം ഇനി വെറും 2 മിനിറ്റേ ഉള്ളൂ. വേഗം പോയിട്ട് നമുക്ക് പടം കാണാൻ വേണ്ടി കയറാം. ഇതാണ് തിയേറ്റർ. സിനിമ ഇപ്പൊ തുടങ്ങും. അപ്പൊ ഞങ്ങൾ അകത്ത് കയറട്ടെ. കമോൺ ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞങ്ങൾ ലിറ്ററലി ഓടുകയായിരുന്നു. ഞങ്ങൾ എത്തി. പടം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ആയില്ല. ജസ്റ്റ് ആ തുടക്കമൊന്നും ആയതേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഉള്ളിൽ കയറി സീറ്റൊക്കെ സെറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് പോയിരുന്ന് അങ്ങനെ പടം ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ ഒന്ന് ഇറങ്ങി. പടത്തിനോടൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. കിടലുമാണ്, നൈസായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ പോപ്കോണൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് വർത്താനം പറയണം. ഫസ്റ്റ് ഹാഫിന് ഇൻ്റർവെല്ലിന് ഇറങ്ങിയ ടൈമായിരുന്നു. അങ്ങനെ അജിൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആവേശം എന്നുള്ളത് തിരിച്ചാണ് ആദ്യം എടുത്തത്. അപ്പോൾ ഞാൻ തിരിച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ആ ഒരു എൻ്റെ ആയില്ലാരും ഇറങ്ങി തുടങ്ങി. നമ്മൾ ആ ഒരു പാട്ടൊക്കെ കേട്ട് അവിടെ വൈബ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ മൂവി കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പടം കണ്ടിറങ്ങി. ഇനിയും കുറേ നല്ല അടിപൊളി പടങ്ങൾ ഇറങ്ങാനിരിക്കുന്നുണ്ട്. കുറേ പടങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ്, കുറേയൊക്കെ കണ്ടു കഴിഞ്ഞ്. അപ്പം ഇനി നല്ല പടങ്ങളൊക്കെ വരാനിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ അതിനവിടെ പടം കണ്ടിറങ്ങി. വന്നപ്പോൾ തീരെ തിരക്കില്ലാത്ത പോലെ തോന്നി. പക്ഷേ ഇവിടെ ഫുൾ വണ്ടിയാട്ടോ. പടം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഇപ്പോൾ കണ്ട 3 എണ്ണത്തിൽ എൻ്റെ ഫേവറേറ്റ് വർഷങ്ങൾക്ക് ശേഷമാണ്. സോ നമ്മൾ രണ്ടുപേരും ഇറങ്ങുന്നു. ഓക്കെ, ഇനി ഇറങ്ങി കാറിൽ കയറട്ടെ. ഇവിടെ ഭയങ്കര തിരക്ക്. എല്ലാവരും വണ്ടി എടുക്കുന്നതിൻ്റെ തിരക്ക്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നു. പുറത്ത് ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതാണ് വണ്ടി അജിനെടുത്തോട്ട് വന്നു. ഓക്കെ, കമോൺ. ഞങ്ങളങ്ങനെ ഇറങ്ങി തിരിച്ചു പോവുകയാണ് ഗൈസ്. തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ 4 പേരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വർക്കിന് വന്നൊരു ഫീലേ ഇല്ലായിരുന്നു. അത്യാവശ്യം ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു യാത്ര വന്നൊരു ഫീലായിരുന്നു. ഷൂട്ട് ചെയ്തിട്ട് വന്നൊരു ഹെവിനെസ്സും ഒന്നുമില്ല. ആ വെയിൽ കൊണ്ടത് ഒഴിച്ചാൽ വളരെ എൻജോയ് ചെയ്തൊരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞങ്ങൾ സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? അടിപൊളി ദിവസമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കസർ ഇനി ബാക്കി കല്യാണത്തിനല്ലയോ? ബാക്കി ഇനി കല്യാണത്തിന് കുമ്പർക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. പറഞ്ഞിട്ട് അവർ തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അങ്ങനെ അവർ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ബൈയൊക്കെ പറഞ്ഞ് അവരിറങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്യണം, വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എല്ലാം നടക്കട്ടെ. ഇന്നത്തെ ഒരു ഡേയിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നില്ല. അവർക്കും ബൈ.